ഈ കുറെ പേർക്കെങ്കിലും ഈ മുസ്ലിം സമുദായത്തിലൊരു വിശ്വാസമുണ്ട്. ഈ മീഡിയ വണ്ണും അതുപോലെ തന്നെ ചില പ്രത്യേകമായ ആളുകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെയും വളരെ അഭിമാനത്തോടെയും അന്തസ്സോടെയും ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ വിചാരിക്കാറുണ്ട്. സത്യത്തിൽ അതിലൊന്നും ഒരു കാര്യമില്ല. ഈ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് സുന്നിക്കാരൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അവന്മാരൊരു പ്രത്യേക യന്ത്രനോന്മാരാണ്. യന്ത്രനോന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല. അതിന് കൃത്യമായ സമയത്ത് ഒരു അവസരം കിട്ടിയാൽ അവന്മാരൊരു യന്ത്രനോന്മാരായി മാറും. അതിന് വേറെ തത്വവും ദീക്ഷയും നീതിയും വേറൊരു കാര്യങ്ങളും ഒന്നുമില്ല. അവരിങ്ങനെ ചിലരെ നോട്ടിക്ക് വെച്ചേക്കും. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയാ ഷൈൻ ചെയ്യുന്നതെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു പണി കൊടുക്കാൻ ഒരു അവസരം കിട്ടുന്നത് വരെ കുഞ്ഞാലിക്കുട്ടിയോട് ലോഹ്യമായിട്ട് നിൽക്കും. എന്നിട്ട് പണി കൊടുക്കാൻ കിട്ടുന്ന അവസരത്തിൽ ഒരു എതിരാളിയെ പിടിച്ച് പണിയും കൊടുക്കും. പിന്നെ അതുപോലെ മറ്റു ചില സന്ദർഭങ്ങളിലും അങ്ങനെ. എന്നാൽ എതിർക്കുന്നവൻ എവിടെയെങ്കിലും അധികാരത്തിലെത്തുന്ന ഒരു ലക്ഷണം കണ്ടാൽ പിന്നെ അവരോടൊപ്പം കൂടുന്നതിന് ഒരു മടിയുമില്ല. അതുപോലെ ഇവരുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് ഉന്മൂലനം ചെയ്യപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഞാൻ അതിന്റെ കാര്യമൊന്നും പറയുന്നില്ല. ഞാൻ ഇപ്പൊ ഇതെന്താണ് ഇങ്ങനെ പറയാൻ കാര്യമെന്ന് ചോദിച്ചാൽ ദേ ഒരു ചർച്ച കാണുന്നതിന് വേണ്ടിയാ. ഇതൊന്ന് കണ്ടോളൂ. ഷാഫി പറമ്പിൽ അവർക്ക് ദൈവമൊന്നുമല്ല. ഷാഫി പറമ്പിൽ ശരിയുടെ പക്ഷത്താണെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെ, ശരിയുടെ പക്ഷത്തല്ലെങ്കിൽ ഷാഫി പറമ്പിൽ മാറിയേക്ക്. പോപ്പുലർ ആയിട്ടുള്ള അവരുടെ MP ഷാഫി പറമ്പിലുള്ള അടക്കമുള്ള ആളുകൾ അത്തരം ഒരു ഇന്റേണൽ പ്ലേയുടെ ഭാഗമായി നിൽക്കുകയും ജനവിധിയുടെ അപ്പുറത്ത് പോയിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ള പ്രശ്നമുണ്ട്. ഇതിപ്പോ ഷാഫി പറമ്പിൽ വളരെ പൊടുന്നനെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാവുന്നവർക്ക് ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അദ്ദേഹത്തിന് നോക്കിക്കൊണ്ടേയിരുന്നു. ആ നിലയ്ക്ക് നോക്കിയാൽ കമ്പാരിറ്റീവ് വൈകിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. ഇമോഷണലുള്ള ആയിട്ടുള്ള വാദ്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതിന് താഴെ മുഴുവൻ വന്ന് അദ്ദേഹത്തെ പിന്തുണച്ച ആളുകൾ അദ്ദേഹത്തെ എന്ത് പറയാണ്, നിങ്ങൾ ഈ കളിച്ച കളി മോശമാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പിന്തുണക്കാരായിട്ടുള്ള ആളുകൾ ഓർക്കണം, അവരെല്ലാവരും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പറയണം, ഷാഫി പറമ്പിലിനെ പിന്തുണയ്ക്കുന്നവർ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞു നടന്ന ഒരു കൂട്ടരുണ്ട്, പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഷാഫി പറമ്പിലല്ല, ഷാഫി പറമ്പിനേക്കാൾ മേലെയാണ് VD സതീശൻ. ആ VD സതീശൻ എടുത്തിട്ടുള്ള സെക്യുലർ പൊസിഷൻ. അതുകൊണ്ട് ഷാഫി പറമ്പിലെ നിങ്ങളെക്കാളും ഞങ്ങൾ വാല്യൂ ചെയ്യുന്നത് VD സതീശൻ, വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ എന്ന് പറഞ്ഞ മനുഷ്യനെടുത്ത് സെക്യുലർ പൊസിഷനോട് ഞങ്ങളുടെ പ്രതിബദ്ധത. അതുകൊണ്ട് ഷാഫി എന്നുള്ള പേരോ ഷാഫിയുടെ മുഖവും ഞങ്ങളുടെ വിഷയമല്ല എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ കമന്റിൽ കാണുകയാണ്. അതുകൊണ്ട് ആ മനുഷ്യരെ അവഹേളിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണിത്. ഷാഫി പറമ്പിൽ അവർക്ക് ദൈവമൊന്നുമല്ല. ഷാഫി പറമ്പിൽ ശരിയുടെ പക്ഷത്താണെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെ, ശരിയുടെ പക്ഷത്തല്ലെങ്കിൽ ഷാഫി പറമ്പിൽ മാറിയേക്ക്. ഞങ്ങൾ ഇപ്പൊ VD സതീശന്റെ കൂടെ. ഇനി VD സതീശൻ ശരിയുടെ പക്ഷത്തല്ലെങ്കിൽ അദ്ദേഹം മാറി നിൽക്കുക എന്ന് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ ഉറപ്പുള്ള മനുഷ്യന്മാരെ നമ്മൾ കാണുന്നു. ആ രാഷ്ട്രീയ ഉറപ്പുള്ള മനുഷ്യന്മാരോട് എൻഗേജ് ചെയ്യുമ്പോൾ എന്തായിരിക്കും രാഷ്ട്രീയ ഉറപ്പില്ലാത്തവർ നേരിടുന്ന പ്രശ്നം എന്നാണ് ഇപ്പൊ ഷാഫി നേരിടുന്ന പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഇപ്പൊ ഷാഫി പറമ്പിൽ പോസ്റ്റ് ഇട്ടു, M ലിജു പോസ്റ്റ് ഇട്ടു, ഒരുപാട് ആളുകൾ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന്റെ അടിയിലൊക്കെ ആളുകൾ വന്ന് നിങ്ങൾ ആ ചെയ്ത ശരിയായില്ല, നിങ്ങൾ ആ കാണിച്ച ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ഈ സാമൂഹ്യ മാധ്യമം അല്ലല്ലോ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമം അല്ലെന്ന് അറിയാത്ത ആളല്ല നിഷാദ് റാവുത്തറും മീഡിയ വണ്ണും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ പിന്നെ മുഴുവൻ ഒരു കാലത്ത് നിന്ന് നിരോധിച്ചപ്പോൾ എല്ലാ ചാനലുകളും ആ നിരോധനത്തിൽ നിശബ്ദത പാലിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്ത് അന്നേരവും ഒരുപാട് ഹേറ്റ് കമന്റുകൾ ഈ മീഡിയ വണ്ണിനെതിരെ ഇട്ടപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളല്ലല്ലോ രക്ഷപ്പെടുത്തിയതും ശിക്ഷിച്ചതൊന്നും. അതിന്റെ ഒരു പ്രക്രിയയല്ലേ, അതിന്റെ ഒരു സ്ട്രക്ചറൽ ആക്ടിവിറ്റി അല്ലേ. അപ്പൊ ഇവിടെ എന്താ, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആളിനെ എല്ലാരെയും പോലെ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. ആരെപ്പോലെ? കേരളത്തിലെ 43 MLA മാരെ പോലെ തീരുമാനം എടുക്കാൻ അവകാശമുണ്ട്. വളരെ പ്രകടമായി ഇന്നലെ ചില വാദങ്ങളുമായി ആര് വന്നു? പഴകുളം മധു വന്നു, MM നസീർ വന്നു. ഒരു പുതിയ MLA മാർ തുടങ്ങുമ്പോൾ തന്നെ അവരൊരു വ്യത്യസ്തമായ ശബ്ദം പുറപ്പെടുവിച്ചാണ് വന്നത്. എന്തുകൊണ്ട് അവരെ ആരെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്യുന്നില്ല? ചർച്ച ചെയ്യാത്ത എന്താന്ന് ചോദിച്ചാൽ ഇവര് ഒരു കൃത്യമായും ഒരു അസൂയ കൂട്ടമാണ്, ഒരു എന്തരനോന്മാരാണ്. അത് സുന്നിക്കാർ പറയുന്നത് തന്നെ എന്റെ കറക്റ്റ്. ഒരു എന്തരനോന്മാരാണ്. ഇവരെ കാണുമ്പോൾ ഒരു പാപ്പരായിട്ടൊക്കെ നടക്കുന്ന പോലെ തോന്നും. ഇവരെ ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഇവർക്കൊരു അവസരമോ അധികാരമോ കിട്ടുന്ന സന്ദർഭം വരുമ്പോഴാണ് ഇവരെല്ലാം അങ്ങ് നിവർന്ന് തുള്ളിച്ചാടി വേറൊരാളുകളായിട്ട് മാറുന്നത്. ഇപ്പൊ ഇവർക്ക് എന്താ ഇപ്പോഴത്തെ ആഗ്രഹം? ഷാഫി പറമ്പിലിനെ ഉന്മൂലനം ചെയ്യണം. അതിനി ആവർത്തിച്ചവന്മാര് ഇതിന്റെ പല ആംഗിളുകൾ എടുത്തുകൊണ്ടിരിക്കും. കാരണം അവർക്ക് ഇവനെ നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് ഇവനെ തൊലയ്ക്കണം. ഇതാണ് ആത്യന്തികമായി ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെയും മീഡിയ വണ്ണിന്റെയും ഒക്കെ സ്റ്റാൻഡ്. പിന്നെ അവർക്ക് പറ്റാതെ വരുമ്പോ അപ്പൊ ചോദിക്കും അവർ ഷാഫി പറമ്പിലിനെ പൊക്കത്തില്ലയോ എന്ന്. പൊക്കും. എപ്പോഴാ? എല്ലാവരും പൊക്കുന്ന ഒരു ഘട്ടം വന്ന്, എല്ലാവരും നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഘട്ടം വന്നാൽ ഇവർ കൂട്ടത്തിൽ പൊക്കും. ആ പൊക്ക് തന്നെ ഇപ്പൊ സതീശനെ പൊക്കുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവര് ചവിട്ടിയിട്ട് അടിക്കും, ചവിട്ടും. ഇതാണ് ഇവരുടെ പരിപാടി. അപ്പൊ അതുകൊണ്ട് ഈ എന്നിട്ട് പറയുന്നതോ നമ്മൾ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നത് എന്താ, മുസ്ലിങ്ങളുടെ ശബ്ദം കേൾക്കുന്നതും മുസ്ലിങ്ങളെ കാണുന്നതും മീഡിയ വണ്ണുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഉള്ളതുകൊണ്ടാണ് മുസ്ലിം പൊതുബോധത്തെ ആ പൊതുബോധമായി ഉരുട്ടുന്നത് എന്നൊക്കെ പറയും. ഒന്നുമില്ല. ഇവരും ഈ പറയുന്നത് പോലെ വേറൊരു എക്സ്ട്രീമിന്റെ മറ്റൊരു എക്സ്ട്രീം ആണെന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. അതാണ് ഈ കാണിക്കുന്നത്. അതിനാണ് ഇപ്പൊ ഇവര് ഷാഫി വേട്ട നടത്തുന്നത്. നിഷാദ് റാവുത്തറും ഷാഫിയും തമ്മിൽ എത്ര അകലമുണ്ട്? നിഷാദ് റാവുത്തർ എവിടെങ്കിലും മത്സരിച്ചാൽ എന്താ സ്ഥിതി? പോട്ടെ, നിഷാദ് റാവുത്തറുടെ പിന്നെ വേണ്ട, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതൊന്നും ശരിയല്ല, പോട്ടെ, ഞാൻ വിട്ടുകളയുന്നു. എന്നിട്ട് പുള്ളിയാണ് ഇതിനകത്തിരുന്ന് വിചാരണ ചെയ്യുന്നത് ഷാഫി പറമ്പിൽ. വല്ല യോഗ്യതയുണ്ടോ? സ്വന്തം മാതാപിതാക്കളുടെ തൃപ്തി കിട്ടിയിട്ടുണ്ടോ? ബാക്കിയെല്ലാം പോട്ടെ. എന്നിട്ടാണ് ഷാഫി പറമ്പിലിനെ വിചാരണ ചെയ്ത് പുള്ളി അന്തരീക്ഷത്തിൽ തൂക്കുന്നത്. കഷ്ടം.